നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ന്യൂറോ സയൻറ്റിസ്റ്റ്, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC. ഇന്ന് നമ്മുടെ വിജ്ഞാനം പകർന്നു നൽകാൻ വേണ്ടി മാത്രം, ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി, ലീഗൽ വാർണിംഗ്, ഡിസ്ക്ലെയിമർ. ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് അഥവാ അതിൻ്റെ ഒരു വകഭേദമായ ALS, അപ്പർ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ആൻഡ് ലോവർ മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഒപ്പം പാർക്കിൻസോണിസം, അൽഷിമർ, ഓട്ടിസം, സ്കിസോഫ്രീനിയ, ബൈപോളാർ, പെലീസസ് മേസ്ബേക്കർ ഡിസീസ്, ഗില്ലൻ ബാരി സിൻഡ്രം തുടങ്ങി മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്, തലവേദനകൾ അടക്കം മിക്ക രോഗങ്ങൾക്കും പല രോഗികളുടെയും അവരുടെ പരിചാരകരുടെയും ഡോക്ടർമാരുടെയും ധാരണ മരുന്നുകൾ കഴിച്ചോ ശസ്ത്രക്രിയകൾ കൊണ്ടോ ഏതെങ്കിലും പുതിയ ഒരു മെഷീൻ, പ്രത്യേകിച്ച് ബ്രെയിനിലോ അല്ലെങ്കിൽ ഇൻട്രാത്തിക്കൽ ബാക്കലോഫൻ പമ്പ് പോലുള്ള പ്ലാസ്റ്റിസിറ്റി അഥവാ അയവ് മസിലുകൾക്ക് കിട്ടാനുള്ള ഏതെങ്കിലും മെഷീൻ അല്ലെങ്കിൽ ഒരു ഡിവൈസ് പിടിപ്പിച്ചാൽ രോഗം ഭേദമായി എന്നാണ്. എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കലും അതല്ല കാര്യം. ഓരോ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കുക, ബ്രെയിൻ എക്സസൈസ് അഥവാ മസ്തിഷ്കത്തിന് വേണ്ട ചില വ്യായാമങ്ങൾ അത് നിർബന്ധമായും കൊടുക്കണം. അഥവാ മസ്തിഷ്കത്തിൻ്റെ പ്ലാസ്റ്റിസിറ്റി കുറയാൻ ചെസ് ക്യൂബുകളുകൾ, അതുപോലെ തന്നെ പണ്ടുള്ള പാമ്പും കോണി പോലുള്ള ചില ഡിവൈസസുകൾ, ബ്രെയിനിന് വ്യായാമം കിട്ടേണ്ട പല എക്സസൈസുകളും ഇന്ന് നൂതനമായി ന്യൂറോ സയൻറ്റിസ്റ്റുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അതിൽ മസ്തിഷ്കം കൊണ്ട് ബുദ്ധിപരമായി ചെയ്യേണ്ട പലതും, ശ്രദ്ധ കൂടേണ്ട പലതും അതിലുണ്ട്. അപ്പോൾ ബ്രെയിൻ വ്യായാമങ്ങൾ മസ്തിഷ്കത്തിന് വേണ്ട ഏകാഗ്രത, ജാഗ്രത, ഓർമ്മ ശേഷിക്കുറവ്, അതിൽ ഓർമ്മക്കുറവ് കൂട്ടാൻ, ഒപ്പം മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് മസ്തിഷ്കത്തിന് വ്യായാമവും, മസ്തിഷ്കത്തിന് 9 മണിക്കൂർ വരെ പ്രായപൂർത്തിയായവർക്ക് ഉറക്കവും, ചെറിയ കുട്ടികൾക്ക് 14 മണിക്കൂർ വരെ ഉറക്കവും നിർബന്ധമാണ്. ഉറക്കത്തിലാണ് മസ്തിഷ്കത്തിലെ റിപ്പയറുകൾ നടക്കുന്നതെന്നും രാവിലെ 1 മണി മുതൽ 5 മണി വരെയാണ് ലിവർ അഥവാ കരളിൻ്റെ പ്രവർത്തനം ശരീരം നന്നാക്കുന്നതെന്നും ഞങ്ങൾ വൈദ്യശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ബ്രെയിനിന് വേണ്ട, മസ്തിഷ്കത്തിന് വേണ്ട ബുദ്ധിപരമായ വ്യായാമങ്ങൾ ശരീരം കൊണ്ട് കഴിയില്ലെങ്കിൽ ബുദ്ധിപരമായെങ്കിലും അവരുടെ കഴിവുകൾ ഉണർത്താൻ, ഒപ്പം ഉറക്കം, ചിട്ടയായ ഭക്ഷണം, റാഗി, ഹോസ്ഗ്രാം, കാഷ്യൂനട്ട്, ബദാം പോലുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ പകുതി വേവിച്ച് കഴിക്കുക, കാൽസ്യം ആവശ്യത്തിന് കിട്ടാൻ വേണ്ടി കാൽസ്യം അടങ്ങിയ പാലുൽപ്പന്നങ്ങൾ, ഓറഞ്ച് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിലുപരി കൃത്യമായി മെഡിറ്റേഷനും യോഗയും ചെയ്യുക. ഉണങ്ങിയ പഴങ്ങൾ ധാരാളം കഴിക്കുക. കാരണം ശരീരത്തിൽ അയേണിൻ്റെ അളവ് നിലനിർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് മസ്തിഷ്കത്തിലേക്ക് വേണ്ടത്ര ഓക്സിജൻ കോശങ്ങളിലേക്ക് പാസ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അതിലുപരി സന്തോഷത്തിനുള്ള ഔട്ടിംഗ്, സന്തോഷത്തിന് വേണ്ട സാഹചര്യങ്ങൾ, സുഹൃത്തുക്കളോടൊപ്പമോ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനോടൊപ്പമോ യാത്രകൾ ചെയ്യുക. പുഴയോരങ്ങൾ, കടലോരങ്ങൾ, കായലോരങ്ങളിൽ പോയി വൈകുന്നേരം സമയം ആസ്വദിക്കുക. ലഘുവ്യായാമങ്ങൾ ചെയ്യുക. ഇതിൽ മനസ്സിനെ കീഴടക്കുക. യോഗ, മെഡിറ്റേഷൻ, തായ്ചി, കരാട്ടെ പോലുള്ള ചെറു വ്യായാമങ്ങൾ വീൽ ചെയറിൽ ഇരുന്നെങ്കിലും ചെയ്യുക. കടല, പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ, HDL കൊളസ്ട്രോൾ കൂടാൻ, പ്രോട്ടീൻ കൂടാനുള്ള, നല്ല കൊഴുപ്പ് കൂടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ശരീരഭാരത്തിൻ്റെ 1 ഗ്രാം വെച്ച്
50 ഗ്രാമുള്ള വ്യക്തി 50 ഗ്രാമെങ്കിലും പ്രോട്ടീൻ പൗഡർ ദിവസം കഴിക്കണമെന്നും പല തവണയായി പാലുൽപ്പന്നങ്ങളിലോ ചൂടുവെള്ളത്തിലോ കലക്കിയെന്ന് വിനീതമായി ഞങ്ങൾ മെഡിക്കൽ സയൻറ്റിസ്റ്റുകൾ അപേക്ഷിക്കുന്നു. ഇന്ന് കേരളം മൊത്തം വൈദ്യശാസ്ത്ര രംഗത്തെപ്പറ്റി തെറ്റായ പല നിർദ്ദേശങ്ങളാണ് ഡോക്ടർമാരിൽ നിന്ന് വരെ വരുന്നത്. കാരണം അവർ ഹാഫ് കുക്ക്ഡ് ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശങ്ങളും അറിവില്ലാത്ത രോഗികളും ബന്ധുക്കളും ചേർന്ന് യാതൊരു തിരിച്ചറിവും വിവേകമില്ലാതെയാണ് ഇന്ന് വരുന്ന ആധുനിക കാലഘട്ടത്തിലെ രോഗങ്ങളെ, പ്രത്യേകിച്ച് ALS, മോട്ടോർ ന്യൂറോൺ ഡിസീസ്, പാർക്കിൻസോണിസം, അൽഷിമർ തുടങ്ങിയ രോഗങ്ങളെ, മസ്കുലാർ ഡിസ്ട്രോഫി, പേശീക്ഷയം, ഇതെല്ലാം ഏട്ടനും അനിയനും അനിയത്തിയും എന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ രോഗങ്ങളെല്ലാം. ഇതെല്ലാം ന്യൂറോ മസ്കുലാർ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു. ഹൃദയത്തിൻ്റെ പേശികളെ ബാധിച്ച് കാർഡിയാക് അറസ്റ്റ് വന്ന് രോഗി മരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് 3 സ്റ്റേജിൽ നിന്ന് കയറാതെ 3 ഘട്ടം വരെ മാത്രമേ ഇതെല്ലാം റിവേഴ്സ് ചെയ്യാൻ സാധ്യമുള്ളൂ. 4ലും 5ലും പാലിയേറ്റീവ് മെഡിക്കൽ മാനേജ്മെൻറ്റ് മാത്രം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ രോഗിയും ബന്ധുക്കളും വികാരത്തിന് അടിമപ്പെടാതെ മറ്റ് അബദ്ധ ധാരണകൾ അഥവാ അന്ധവിശ്വാസങ്ങളിൽ പെടാതെ ശരിയായ ചികിത്സ തേടണമെന്ന് വിനീതമായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ അധ്യക്ഷനും ജുഡീഷ്യൽ മെമ്പർ എന്നുള്ള നിലയിൽ, ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള രോഗികളോടും ബന്ധുക്കളോടും വിനീതമായി എളിമയോടെ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്കൊരു ജീവിതം വീണ്ടും ബാക്കിയുണ്ടെന്നും വീണ്ടും നിങ്ങൾ ജീവിതത്തിലേക്ക് വരുമെന്നും ഞങ്ങൾ ഉറപ്പു തരുന്നു. താങ്ക് യു. ഒരു ഇൻഫോർമേഷൻ മാത്രം, www.worldrehabilitationorganization.com, arogya.research@gmail.com. താങ്ക് യു. ലോകസമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുക. താങ്ക് യു.